വേനൽക്കാലമാണ് ഇപ്പോൾ നല്ല അല്ലേ? അപ്പോൾ നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് ട്രൈ ചെയ്താലോ? ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ. കുട്ടികളാകുമ്പോൾ കളറ് കണ്ടുപോലെ കുടിക്കും. ചുരുക്കി പറഞ്ഞാൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ആണെന്ന് പറയാം. ഇത് നാച്ചുറൽ ഡ്രിങ്ക് കേട്ടോ. യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളും ഇതിലില്ല. ഒരു ഹെൽത്തി ഡ്രിങ്ക്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നല്ലേ നമുക്ക് കാണാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ബീട്രൂട്ട് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനം വേറെ ഇല്ല. അതിനായിട്ട് നമുക്ക് ബീട്രൂട്ടിനെ ആദ്യം ക്ലീൻ ചെയ്തെടുക്കണം. തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് എടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ബീട്രൂട്ട്. എന്നിട്ട് എന്ത് വേണം, നമ്മൾ ഗ്രേറ്റർ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കണം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് അതിന് ശേഷം എന്ത് ചെയ്യണം, നല്ല പോലെ ഉണക്കിയെടുക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടോ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഞാൻ നല്ല പോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പാത്രത്തിൽ ഉണ്ട് കേട്ടോ സാധനം. പക്ഷേ ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ബീട്രൂട്ട് ഉണക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ 2-3 ദിവസം ഞാൻ ഉണക്കാൻ വെച്ചിട്ടുള്ള എൻ്റെ ബീട്രൂട്ടാണ് ഈ കാണുന്നത്. കണ്ടോ, ഇപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ. ആള് ഉണങ്ങി ഒരു പരുവായിട്ടുണ്ട്. ഇത് 1-ാം ദിവസത്തെ ഉണക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇങ്ങനെ കാണില്ല നിങ്ങൾ. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. 2-3 ദിവസം ഇത് ഉണക്കണം കേട്ടോ. എങ്കിലാണ് നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ നല്ല പോലെ ഉണങ്ങണം. അപ്പോഴാണ് കേടുവരാതിരിക്കുക. അങ്ങനെ എൻ്റെ ബീട്രൂട്ട് 3 ദിവസത്തിന് ശേഷം ഇത്ര ആയിട്ടോ. 2 പ്ലേറ്റിലുണ്ടായത് 1 പ്ലേറ്റായി. പിന്നെ അതൊരു കുഞ്ഞ് പ്ലേറ്റിലായിട്ടോ. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ, മോനെ അംഗനവാടി വിട്ട് വരുമ്പോൾ ഓൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടും വേനൽക്കാലമല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പൊടിച്ച് വയ്ക്കുന്നത്. ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് യൂസ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അരയ്ക്കുക പിടിക്കുക ഒന്നും ആവശ്യമില്ല. നമുക്ക് പഞ്ചസാര ഇടുന്ന പോലെ അങ്ങോട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം പറയാണ്ട് കേട്ടോ, അധികമായാൽ അമൃതും വിഷം ഓർക്കണം. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ കയ്യിൽ പഞ്ചസാരയാണ് ഉള്ളത്. ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കൽക്കണ്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഇതൊക്കെ പൊടിച്ച് ബീട്രൂട്ട് പൊടിച്ച ശേഷം പിന്നെ നമുക്ക് ജ്യൂസ് ആക്കുമ്പോൾ, ഡ്രിങ്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യാം, മധുരത്തിനായിട്ട് നമുക്ക് നമ്മളെ തേനൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ പിന്നെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ പൊടിയായിട്ടാണ് ഞാൻ ഉപയോഗിക്കാൻ വെക്കുന്നത്. അതിന് ഞാൻ മധുരത്തിനായിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ ബീട്രൂട്ടും ഇട്ട് കൊടുത്ത ശേഷം പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്തപ്പോൾ ഇതായി ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീട്രൂട്ട് മാത്രമാണെങ്കിലും നമുക്ക് ഇതേപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ പഞ്ചസാരയും കൂടെ കൂട്ടി അങ്ങനെ പൊടിച്ചു. നമുക്ക് ഇനി വെള്ളം കുടിക്കുമ്പോൾ അതിക്ക് ആ ഗ്ലാസ്സിക്കായിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് അങ്ങനെ കുടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് പൊടിച്ചത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡ്രിങ്ക് അങ്ങോട്ട് കലക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഒരു ഗ്ലാസ് അങ്ങോട്ട് എടുത്തു കേട്ടോ. അതിലേക്ക് നമ്മുടെ പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു അളവിലാണ് കേട്ടോ എൻ്റെ പൗഡർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ഒരു 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാനുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ പൗഡർ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ. ഞാനൊരു 2 സ്പൂണ് പൗഡറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇത് ദിവസവും 1 പ്രാവശ്യം കുടിച്ചാൽ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. ഞാൻ നമ്മുടെ അതിക്ക് കുറച്ച് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിനായിട്ട് ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചതുകൊണ്ട് പിന്നെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ വേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. നാരങ്ങ നീര് ഒറ്റിച്ച് കൊടുത്താൽ അതും നല്ലതാണ്. എൻ്റെ കയ്യിൽ നാരങ്ങ നീരില്ല. പിന്നെ ഈ ഒരു വെള്ളത്തേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അതും ഇപ്പം എൻ്റെ കയ്യിലില്ല, കാരണം ചുമയും കാര്യങ്ങളൊക്കെയാണ് മക്കൾക്ക്. അപ്പോൾ ഓല് അങ്ങനെ ഇട്ട് കൊടുത്താൽ ഓലിക്ക് ചുമ ഒന്നും കൂടെ കൂടും. അതുകൊണ്ട് പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ.
പിന്നെ നമുക്ക് നെല്ലിക്കയും ക്യാരറ്റും കൂടെ ഒരുമിച്ച് ഉണക്കി പൊടിച്ചിട്ടുള്ള ഡ്രിങ്കും ഉണ്ടാക്കാം കേട്ടോ, ഹെൽത്തി ഡ്രിങ്ക്. അപ്പോൾ ഞാൻ അടുത്ത തവണ ഞാൻ ആ ഒരു ഡ്രിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തായാലും സംഭവം ഉഷാറാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ഒരു ഭംഗിയുണ്ട്. പിന്നെ പറഞ്ഞാൽ ചെറിയ ആ ഒരു ബീട്രൂട്ടിന് ചെറിയ തരിയും കാര്യങ്ങളുണ്ട്, കുഴപ്പമില്ല കേട്ടോ, കുടിക്കാനൊക്കെ നല്ല ഒരു നാരങ്ങന്തേൻ്റെ ഫ്ലേവറും പിന്നെ മധുരം പിന്നെ ഈ കളറും കൂടെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല വേനൽക്കാലമല്ലേ. അപ്പോൾ ഇതൊക്കെ പൊടിച്ച് വെച്ച് കുറേ സാധനങ്ങളൊക്കെ പൊടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ പൊടിച്ച് വെച്ചാൽ നമുക്ക് മുഖത്ത് തേക്കാനാണെങ്കിലും ജ്യൂസ് ആക്കാനാണെങ്കിലും ഒക്കെ നല്ലതാട്ടോ. നമ്മുടെ ആരോഗ്യത്തിനും മുഖ സൗന്ദര്യത്തിനും ഒക്കെ ഉത്തമമാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഒന്നും കൂടുതലായിട്ട് ഉപയോഗിക്കരുത്, അതിൻ്റേതായ ആ ഒരു രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഗുണം നമുക്ക് കിട്ടും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബായ്.